വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ നല്ലൊരു അടിപൊളി ചിക്കൻ ചില്ലി ഉണ്ടാക്കാം. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇതിനായിട്ട് 1 കിലോ ചിക്കൻ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 കോഴിമുട്ട, 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ മിക്സ് ചെയ്തത് നമുക്ക് 1 മണിക്കൂർ വെക്കുക. മിനിമം അരമണിക്കൂറെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക. 1 മണിക്കൂറിന് ശേഷം നല്ല തിളച്ച എണ്ണയിലിട്ട് നന്നായിട്ടിത് ഫ്രൈ ചെയ്തെടുക്കുക. ഓയിൽ എടുക്കുന്ന സമയത്ത് വെജിറ്റബിൾ ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. എല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു റെഡ് കളറിൽ നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ച അതേ എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ആ ഒരു എണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, 15 വെളുത്തുള്ളി, 4 പച്ചമുളകാണ് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വലിയ ഉള്ളിയും അതുപോലെ ക്യാപ്സിക്കം ആണ്. അത് ഇതുപോലെ വലുതാക്കി കട്ട് ചെയ്യണം. അത്യാവശ്യം വലിയ 2 വലിയ ഉള്ളിയും അതുപോലെ 2 വലിയ ക്യാപ്സിക്കം ആണ് ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തത്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഞാനൊരു 50 ഗ്രാം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇങ്ങനെ തിളച്ച് ഒന്ന് കുറുകി വരുന്ന ഒരു ടൈമിൽ നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/2 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ്. ഒഴിക്കുന്നതിന് മുന്നേ ഉപ്പും മധുരവും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി, ഉപ്പൊക്കെ വേണമെങ്കിൽ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.